ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മിന്ന് ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾക്ക് മുമ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണതിനൊക്കെ മുമ്പ് എന്ന് വെച്ചാൽ ആദ്യത്തെ വീഡിയോ ഇടുന്നതിനൊക്കെ മുമ്പ് നമ്മൾ കുറേ ഗപ്പി കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര രൂപക്കാണ് അത്യാവശ്യം ഗപ്പി കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അതുങ്ങളെയൊക്കെ ഇപ്പോൾ നമ്മൾ എന്നിട്ടൊരു കിണറ്റിൽ കൊണ്ടുപോയി ഇട്ട് ഫസ്റ്റ് കുറേ നാൾ വീട്ടിലെ ടാങ്കിലൊക്കെ വളർത്തി. അതിന് ശേഷം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അതിനെല്ലാം കൊണ്ടുപോയി നമ്മൾ കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കിണറ്റിലേക്കൊന്നും അധികം പോകാറില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആയി തോന്നുന്നു അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഇപ്പോൾ മീനുകളൊക്കെ ഉണ്ടാകുന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അരികത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് എപ്പോഴും വന്നിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാലേ നമ്മൾക്ക് വല വേണം. ഗപ്പീനെ കോരാൻ അത്യാവശ്യം ചെറിയൊരു വല വേണം. അപ്പോൾ വല എടുക്കാൻ പോകണം. അപ്പോൾ വല എന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കമ്പനിക്കാരൻ്റെ വീട്ടിൽ നിന്ന് സൈക്കിൾ എടുത്തിട്ട് നമുക്ക് അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് വല എടുക്കുക. അപ്പോൾ നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോവാം. വീഡിയോ കാണാൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ എല്ലാവരും കാണണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുക ലൈക്കൊക്കെ ചെയ്തേക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ നാണൂൻ്റെ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ നാണൂൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നാണൂൻ്റെ വീട് എന്ന് വെച്ചാൽ സൈക്കിളുള്ള കൂട്ടുകാരൻ്റെ വീട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് സൈക്കിൾ എടുക്കാട്ടത്. അപ്പോൾ ആ നേരെ കാണുന്ന ഒരു ചെറിയ കാട് പോലത്തെ ഭാഗം കണ്ട, അതാണ് നമ്മളെ തുരുത്ത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കിട്ടുന്നത്. അപ്പോൾ വീഡിയോ കാണാത്തിരിക്കണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, എല്ലാവരും പോയി കാണട്ടാ, ലൈക്കും ചെയ്തേക്ക്. അപ്പോൾ ഇതാണ് വീട്. വീട്ടിലാരും ഇല്ല, വീട്ടിലാരും ഇല്ല. പക്ഷെ നമുക്ക് സൈക്കിൾ എടുക്കാം ആണല്ലേ. അപ്പോൾ അതെ സൈക്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് വല എടുക്കണം. മീൻ കോരാനുള്ള വല, പിന്നെ എന്തെങ്കിലും അക്വേറിയം വല്ലതുണ്ടെങ്കിൽ എടുക്കാം. അല്ല മീനെ നമ്മ വളർത്തണ്ടല്ല, തിരിച്ചുവിടാം. അപ്പോൾ നിങ്ങളെ കാണിക്കാണ്ട് തിരിച്ചിടാം. അപ്പോൾ വല മാത്രം നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലാണ്ട് നമ്മൾ നിൽക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഫുള്ള് പുല്ലാണ്. പക്ഷെ നിങ്ങൾ നേരെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കണ ഈ പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ പുല്ലൊക്കെ നമ്മൾ റൗണ്ടിൽ വെട്ടിയിട്ടേക്കാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു വീഡിയോൻ്റെ ലിങ്കും കൂടി കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടേക്കണേ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അതിൻ്റെ പാർട്ട് 2 വീഡിയോ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കിണറ്റിലേക്ക് പോകട്ടോ. അപ്പോൾ അതായത് നമ്മുടെ പ്ലാനൊക്കെ ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല എടുത്തിട്ട് മീനെ പിടിക്കാമെന്നായിരുന്നു ഫസ്റ്റ് നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ അത് അങ്ങോട്ട് മാറ്റിയിട്ട് വല വേണ്ട, വലയില്ലാതെ കയ്യിൽ തന്നെ കോരി എടുക്കാനുള്ള രീതിക്കുള്ള മീനുണ്ടെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവിടെ ചെറിയൊരു കാടൊക്കെ ഉള്ള സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മുടെ കിണറിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിണറ്റിലേക്ക് പോവാം. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാട്ടിലോട്ടൊക്കെ കയറുമ്പോൾ ഒരു കോല് കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇവിടെ അണലിയും സാധനങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്കൊരു കോല് ഫസ്റ്റ് പെറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളെ ഇതിൽ കൂടി നടന്നു വന്നപ്പോൾ നമ്മൾ തേങ്ങ കിട്ടി കേട്ടോ കുറച്ച്. അപ്പോൾ ആ തേങ്ങ വേണമെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ കടയിൽ കൊടുത്ത ഫണ്ടും കിട്ടും. കുലുങ്ങണില്ല കേട്ടോ, ഒന്നും കുലുങ്ങണല്ല. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ ഒരെണ്ണം കൂടി കിടപ്പുണ്ട്. ഇവിടെ ഒരു തേങ്ങ കേട്ടാ, ഇതും കുലുങ്ങണല്ല. എൻ്റെ ഡൗട്ട് ശരിയാണെങ്കിൽ ആരോ വന്ന് നോക്കിയിട്ടിട്ട് ഇവിടെ തന്നെ ഇട്ടേച്ച് പോയതാണെന്ന് തോന്നുന്നു കുലുങ്ങാത്തോണ്ട്. അപ്പോൾ അതെ അവസാനം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ആ കാട് കണ്ട, ആ കാടിൻ്റെയൊക്കെ നടുക്കുണ്ടിട്ടാ നമ്മുടെ ഒരു കിണർ. അപ്പോൾ നമുക്കിതേ ഈ അരികത്തൂടെ നൈസായിട്ട് പോവാം. അപ്പോൾ അതേ ഗൈസ് ഞാനിപ്പോൾ കയറി നിൽക്കണത് കിണറിൻ്റെ മുകളിലാണ്. ഇപ്പോൾ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിണറ്റിലെ വെള്ളവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതേ ഈ കിണറ്റിലാണ് മീനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മീനൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ ഇത് കാണിച്ചു തരാട്ടെ ഇറങ്ങി. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. കിണറ്റിനുള്ളിലാണ്ട് ഇപ്പൊ നിങ്ങൾ ഇതിലുള്ള മീനുകളെ കണ്ടില്ലേ, ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാട്ടോ നല്ല കുറച്ച് മീനുകൾ. അപ്പൊ ഇതെല്ലാം ഇല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഫസ്റ്റ് വേറെ വേറെ ഇനങ്ങളെ മേടിച്ചിരുന്നായിരുന്നു. അതിനുശേഷം ഈ വളർത്താനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാത്തിനോട് ഒരുമിച്ചിട്ട് എല്ലാം കൂടി മിക്സ്ഡ് ബ്രീഡ് ആയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല കളറുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നു, കയ്യിൽ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടാ. നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ കുറേ നാളെന്ന് വെച്ചാൽ 2 വർഷം എടുത്തായില്ലേ. 2 വർഷം എടുത്തായി, 2 വർഷം 6 മാസത്തിൽ കൂടുതലായി ആണല്ലേ. അത്യാവശ്യം സമയമായിട്ടുണ്ട്. നമ്മളിവിടെ ഫുട്ബോൾ കളിച്ചിരുന്ന സമയമാണ് ആ ടൈമിലാണ് ഈ കൊണ്ടുവന്ന് ഇട്ടത്. ഇപ്പൊ കുറെ നാളായി. അപ്പൊ നമുക്കിനി മീനൊന്ന് എടുത്ത് നോക്കാട്ടോ. ഒറ്റക്കോരല് കിട്ടിയ മീനാണ്ട് ഇതൊക്കെ.
എല്ലാത്തിനും നല്ല കളറുള്ള മീനാണ്. കളർ കിട്ടാതെ നമ്മളെ കയ്യിന് കോരണോണ്ട് അധികം കിട്ടണില്ല കേട്ടാ. ഇതല്ല കുറെ ഉണ്ട് മീൻ. ഈ കുപ്പി വല്ലോ ഉണ്ട് ഇവിടെ. ഇപ്പൊ നോക്കിയാ കാണാ ഇതിലൊരു നീല വാലുള്ളതൊക്കെ ഉണ്ടിട്ടാ. കാണണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അരികത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പായിട്ട് വന്നേക്കിനായിരിക്കും. അപ്പോൾ ഇതിന് നല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.